BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. PV അൻവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ മത്സരിക്കുമെന്ന സൂചനയോടെ അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ ബേപ്പൂരിൽ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ അൻവർ ബേപ്പൂരിൽ വേണ്ട എന്ന ഫ്ലെക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഞായറാഴ്ച രാവിലെയാണ് ബേപ്പൂരിന്റെ മണ്ണിൽ അൻവർ വേണ്ട വേണ്ട എന്നെഴുതിയ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. 5 ദിവസങ്ങൾക്ക് മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PV അൻവറിന് അനുകൂലമായ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പിണറായിസത്തെയും മരുമോനിസത്തെയും ഇല്ലാതാക്കാൻ തനിക്ക് ബേപ്പൂരിൽ മത്സരിക്കണമെന്ന താല്പര്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അൻവർ പ്രഖ്യാപിച്ചിരുന്നതാണ്. മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്ന അൻവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ മത്സരിക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം ആളുകൾ ശക്തമായി ഉന്നയിച്ചിരുന്നു. അൻവർ ബേപ്പൂരിൽ മത്സരിക്കാനുള്ള സാധ്യത തള്ളാതെ DCC അധ്യക്ഷൻ K പ്രവീൺ കുമാറും രംഗത്ത് വരികയും ചെയ്തു. UDFുമായി അനൌദ്യോഗിക ചർച്ചകൾ നടന്നതായും ബേപ്പൂർ സീറ്റ് PV അൻവറിന് അനുവദിക്കുമെന്നും സൂചനയുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് PV അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ബേപ്പൂരിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. PV അൻവർ നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസ് UDF അസോസിയേറ്റ് അംഗമായതിന് പിന്നാലെയായിരുന്നു ഈ നീക്കങ്ങളെല്ലാം തന്നെ സംഭവിച്ചത്. ബേപ്പൂരിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് നേരത്തെ അൻവർ പരസ്യ പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കും എന്ന അഭ്യൂഹം ശക്തമായി. പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്ന് PV അൻവർ പറയുകയും ചെയ്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്ന കാര്യം UDF നേതൃത്വം തീരുമാനിക്കുമെന്നും UDF ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ 140 മണ്ഡലങ്ങളിൽ എവിടെ മത്സരിക്കാനും തയ്യാറാണ് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്റെയും BLMന്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ.